അയാൾക്ക് ഇനി എന്താ വേണ്ടത്? 2 തവണ മന്ത്രിയായില്ലേ, അയാൾ MLA ആയില്ലേ, ഇനി അയാൾക്ക് എന്താ വേണ്ടത്? ഇത് അൺമാർക്സിയനാണ് ഈ വാദഗതി. ഇതിനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പറയാൻ പാടില്ല. മരിക്കുന്നവൻ ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു, സ്റ്റാലിൻ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസിയാണ്, പാർലമെന്റ് ഡെമോക്രസി അല്ല. മാവോ ആയിരുന്നു, കാസ്ട്രോ ആയിരുന്നു, ഹോച്ചിമിനായിരുന്നു. നിങ്ങൾ ഇത്രയും കാലം ഇരുന്നല്ലേ, താഴെ ഇറങ്ങുകളാന്ന് ആരെങ്കിലും പറഞ്ഞോ? പറയുവാനും അമ്പലപ്പുഴയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നലെ സഖാവ് ജി സുധാകരൻ നടത്തിയ 1 മണിക്കൂറോളം നീണ്ട പത്രസമ്മേളനത്തിൻ്റെ ഒരു ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ കേട്ടതാണ്. മരണം വരെ, ജീവിതാവസാനം വരെ തനിക്ക് അധികാരത്തിൽ തുടരേണ്ടതുണ്ട്. ആരെപ്പോലെ? നമ്മൾ തുലനം ചെയ്യണം, നോക്കണം. റഷ്യയിലെ ലെനിനെ പോലെ, സ്റ്റാലിനെ പോലെ, മാവോ സേതുങ്ങിനെ പോലെ, അങ്ങനെ തുടങ്ങി കാസ്ട്രോനെ പോലെ, ക്യൂബയിലെ കാസ്ട്രോനെ പോലെ, അങ്ങനെ ലോക കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെ തനിക്കും മരണം വരെ അധികാരത്തിലിരിക്കണം എന്നുള്ള മോഹമുണ്ടെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ആ ഒരു പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം ചെയ്തത്. നമ്മൾ കേട്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഒരു പാർട്ടി സംവിധാനമുണ്ടെന്നും എല്ലാത്തിനും മുകളിൽ പാർട്ടിയാണെന്നും പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പുറത്തേക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇദ്ദേഹം ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നും അഴിമതി തൊട്ടു തീണ്ടിയിട്ടില്ല എന്നും ദീർഘകാലം അധികാരത്തിലിരുന്ന, എത്ര കാലമാണെന്നറിയില്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി വളരെ ചെറുപ്പത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിവിധ പൊസിഷനുകളിൽ ദീർഘകാലം, പിന്നെ അധികാരം പാർലമെൻ്ററി അധികാരമാണ് എന്ന് പറഞ്ഞാൽ ജില്ലാ കൗൺസില്, നഗരസഭയിലെ MLA സ്ഥാനം, 20 വർഷം, 10 വർഷത്തോളം നീണ്ട മന്ത്രിസ്ഥാനം, അങ്ങനെ പാർട്ടിയിൽ നിന്ന് എല്ലാം ഇത്ര കാലം കൊടുത്തോ മറ്റേതെങ്കിലും ഒരു നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ ലാളന കിട്ടിയ ഒരു നേതാവും ഉള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് 75 വയസ്സ് കഴിഞ്ഞിട്ടും വീണ്ടും അധികാരം വേണം എന്നുള്ള ഒരു ത്വരാമോഹം, അത് തുലനം ചെയ്യുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുമായിട്ടാണ്. ആ മോഹമാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. പക്ഷെ ആ മോഹത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. അതാരാണെന്നൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. അദ്ദേഹം ഉത്തമനായൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് ബഹുമാനം കാണിച്ചിരുന്ന ആളുകളാണ്. വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആളാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കുന്ന സാഹചര്യം UDF അത് പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങളുണ്ട്. വിസ്മയങ്ങളുണ്ടാകും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടാവും വിസ്മയങ്ങൾ. ഇനിയും ഉണ്ടാവുമെന്ന് എത്രയും ഞാൻ പറയുള്ളൂ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ വിസ്മയം ഉണ്ടാവുന്നു. അപ്പം നിങ്ങൾ ചിരിച്ചു. അപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ സംശയം തീർന്നിട്ടുണ്ടാവും. എന്താണ് സുധാകരൻ സഖാവിന്റെ ഒരു ചങ്കുറപ്പ് അമ്പലപ്പുഴയിൽ നിൽക്കുന്നതെന്നാണ്. വളരെ നേരത്തെ തന്നെ ഈ ഡീല് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ വിസ്മയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എന്നാണ് പറയുന്നത്. ഇനിയും വിസ്മയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ വിസ്മയത്തിൻ്റെ രാജകുമാരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിസ്മയങ്ങളുടെ ഒരു കാലഘട്ടം നടക്കുമ്പോഴാണ് ഇന്ന് കണ്ണൂരിൽ നിന്ന് മറ്റൊരു കുട്ടി തേറി. അത് ഈ വിസ്മയ രാജകുമാരൻ്റെ പാർട്ടിയിലാണ്. അദ്ദേഹത്തിനും ഈ അധികാരഗുരിയാണ്. ഒരധികാരം ഈ കക്ഷത്തുണ്ട്, അതുപോരാ, ഈ കക്ഷത്തുള്ളത് തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് MLA കൂടെ ആവണം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം MLA ആവണം, മന്ത്രിയാവണം, കേന്ദ്രമന്ത്രിയാവണം, പറ്റുകയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടെ ആവണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു സുധാകരനാണ് എങ്കിൽ വടക്ക് നിന്നൊരു സുധാകരൻ ഇന്ന് ചാടി പുറപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അറിയാം. മൊത്തത്തിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ നമുക്കൊരു കാര്യം മനസ്സിലായി. സഖാവ് സുധാകരൻ ഏതാണ്ട് 1 മണിക്കൂറോളം നമ്മുടെ നാട്ടുകാരെ, കേരളക്കാരെ എന്താണ് കമ്മ്യൂണിസം എന്ന് പഠിപ്പിച്ച് വിശദമായി കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റാക്കി കളഞ്ഞു. ജനാധിപത്യം മുതൽ സോഷ്യൽ ഡെമോക്രസി വരെയുള്ള വിവിധ തലങ്ങളിലുള്ള കമ്മ്യൂണിസത്തിൻ്റെ ചിന്താധാരയെ മുഴുവൻ നാട്ടുകാരെ പഠിപ്പിച്ച് അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത്, ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്ത് അവരെയൊക്കെ കമ്മ്യൂണിസ്റ്റാക്കി. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന പോലെ അവസാനം എന്ത് സംഭവിച്ചു? പുള്ളി ഈ കമ്മ്യൂണിസം ഉപേക്ഷിച്ച് ഞാൻ ഇനി സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞു. നീണ്ട 63 വർഷക്കാലം രാമായണം വായിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു കൊച്ചു പുസ്തകമാണ്, സ്ഥിരമായി വായിക്കാറുള്ളതാണെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു.
പക്ഷേ ഈ മൂലധനം പോലെയുള്ള കടുകട്ടിയായിട്ടുള്ള ധനതത്വശാസ്ത്രമൊക്കെ ഉള്ളതൊന്നും വായിച്ചാൽ പുള്ളിക്ക് മനസ്സിലാകത്തുകൊണ്ട് പുള്ളി അതൊന്നും അത്ര വായിച്ചിട്ടില്ല എന്നും, എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇഷ്ടം പോലെ പലതവണ ദിവസേന എന്ന വണ്ണം അദ്ദേഹം വായിക്കാറുണ്ടെന്നുകൂടെ പറഞ്ഞു വെച്ചതിന് ശേഷമാണ് ഇന്നലെ ഈ സ്വതന്ത്ര പരിവേഷം കെട്ടിയിട്ട് ഈ നമ്മുടെ സതീശൻ്റെ വിസ്മയ ലോകത്തിലേക്ക് ഇന്നലെ യാത്രയായത്. മൊത്തത്തിൽ നമ്മുടെ സതീശൻ നേതാവിൻ്റെ വിസ്മയ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് എത്ര കാലം എത്രത്തോളം ഇനി തുടരുമെന്നറിയില്ല. എന്തായാലും ഒരു 10 ദിവസം കൊണ്ട് ഏകദേശ ചിത്രം പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ വിസ്മയ കാഴ്ചകൾ ഒന്നൊന്നായി നമുക്ക് കാണുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.